കൂട്ടുകാരെ, നല്ല ചെറിയ ചാറ്റമഴയത്ത് നമ്മളിന്ന് കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാൻ പോവാം. നല്ല അന്തരീക്ഷം, നല്ല കാലാവസ്ഥ. പയർ, ഇത് ഒടിപയറാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല രുചിയുണ്ട്. കഴിഞ്ഞ ദിവസം 2-3 എടുത്ത് മെഴുക്ക് പറ്റിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്മൾ വലുതെല്ലാം വിത്തിന് വേണ്ടി നിർത്തുന്നുണ്ട്. പക്ഷേ തത്ത അതൊന്നും തരുന്നില്ലേ. തത്ത നമ്മൾ വിത്തിനിട്ടിരുന്ന പയറൊക്കെ കണ്ട അവർ തകർത്തോണ്ടിരിക്കുക. പിന്നെ അവരുടെ ആവശ്യത്തിന് കഴിക്കട്ടെ, ബാക്കി മിച്ചമുള്ള നമുക്കെടുക്കാം. അപ്പോൾ ഇന്ന് അവിടെ പീച്ചിലൊക്കെ വലുതായി കിടപ്പുണ്ട്, പീച്ചിലെടുക്കണം. ചതുരപ്പയർ ഒരുപാട് പറിക്കാൻ കിടപ്പുണ്ട്, വഴുതന കുറേ പറിക്കാൻ കിടപ്പുണ്ട്. രക്ഷയില്ലാത്ത മഴയായപ്പോൾ പറഞ്ഞാൽ ഇന്നലെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതെ, നമ്മളിന്ന് ബാക്കി പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പീച്ചിൽ കണ്ട ഒരു 3 പീച്ചിൽ ഇപ്പം നല്ല വിളവായി നിൽക്കുക. ഇനി നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഇത് മൂപ്പായി പോകും. അപ്പോൾ ഈ പീച്ചിലെടുക്കണം. അപ്പോൾ ഇതിനെല്ലാം കുറച്ച് കോഴിവളമിട്ട് കൊടുക്കണം. പിന്നെ മൊത്തം വിളവെടുപ്പാണ് ഇന്ന്. ഇത് അവിടെ ചതുരപ്പയർ നിറയെ കിടപ്പുണ്ട്, അധികം വിളവെടുപ്പുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് ആദ്യം പീച്ചിലെടുക്കും. പിന്നെ അതിലും വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ, പറയാം. ഇത് നമ്മൾ ഇനിയും നിർത്തിക്കഴിഞ്ഞാൽ ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. ഇപ്പോൾ 1, 2 ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടി എടുക്കാൻ. കഴിഞ്ഞ ദിവസം വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ടെറസ് കൃഷി റിപ്പോർട്ടർ ചാനൽ വന്ന് ഷൂട്ട് ചെയ്ത് ഇന്നലെ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് എഴുതിയേക്കണം കേട്ടോ. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ കോഴിവളം നമ്മൾ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ താഴെ തെങ്ങിൻ്റെ വീട്ടിൽ പൊട്ടിച്ചിട്ട് കമ്പോസ്റ്റായിട്ടാണ് നമ്മളിപ്പോൾ ഇടുന്നത് കേട്ടോ. ഒരിക്കലും കോഴിവളം മേടിച്ചിട്ട് നേരിട്ടിടരുത്. നേരിട്ടിട്ട് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ സ്ലറി കഴിക്കുന്നുണ്ട്, അതുകൂടാതെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളങ്ങൾ കൊടുക്കുന്നത്. ഇത് ഈ ചട്ടി നിൽക്കുന്നത് നമ്മുടെ നിത്യവേദന ഗ്രീൻ കളറാണിത്. ഇത് 2 നമ്മളിപ്പോൾ നിർത്തിയിട്ടുള്ളൂ. അത് ഈ സ്റ്റെയറിൻ്റെ കൈവരിയിലേക്ക് നമുക്ക് പടുത്തു വിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഏരിയയിലേക്ക് ഇല്ല, നമുക്ക് കൈപ്പൊക്കത്തിൽ പറിക്കാവുന്ന രീതിയിൽ നമ്മൾ വിടത്തുള്ളത്. ഈ കിളുത്ത് വരുന്നത് ഇത് സൗഹൃദ ചീരയാണ്. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തൊരു കമ്പ് തന്നാണ്. അത് വെച്ചിട്ട് വേര് വന്ന് ഇപ്പോൾ ഇലയായിട്ടുണ്ട്. ഇത് മീറ്റർ മുളകാണ്. ഒരു 1 അടിയോളം നിൽക്കുന്ന 1 അടിയോളം മുളകിന് വലിപ്പം വരുന്ന പച്ചമുളകിൻ്റെ തൈയാണ് ഈ കിടുന്നത്. ഇത് നമുക്ക് ഹോപ്പിൻ്റെ മീറ്റിങ്ങിൽ കിട്ടിയ വിത്തിൽ നമ്മൾ കിളിപ്പിച്ചെടുത്താണ്. ചതുരപ്പയറാണ് ഇതുണ്ട്. ഇത് നിറയെ ചതുരപ്പയർ കിടപ്പുണ്ട്. അതിലൊക്കെ രസം ആ മുക്കിഴങ്ങിൻ്റെ വള്ളി പോയിരിക്കുന്നതിലോട്ട് കയറി പോയിരിക്കുന്നുണ്ട്. ആ പൂവുണ്ട് അങ്ങേറ്റം വരെ, അത് ചതുരപ്പയറാണ്. അപ്പോൾ അത് പറിക്കാൻ പറ്റുന്നത് നമുക്ക് അവിടുന്ന് പറിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് വിത്തിനെടുക്കാം. അങ്ങനെ വല്ലതും നോക്കാം നമുക്ക്. അതാകുമ്പോൾ ഒരുപാട് വിത്തുണ്ടാവും. ഇതുണ്ട്, ഇതിൻ്റെ ഇടയിൽ ചതുരപ്പയർ കിടക്കണ്ട. ഇതുണ്ട്, എല്ലാം ഒരുപാട് ചതുരപ്പയറുണ്ടായിട്ടുണ്ട്. ഇതൊരു രസമുള്ള സംഭവമാണ് ഇത്. പക്ഷേ അസാധ്യ രുചിയുണ്ട്. ഇത് നമുക്ക് വിളവ് തരുന്നതാണെങ്കിലും നമുക്ക് മനസ്സിന് സന്തോഷം തന്നെ ഒരു സാധനം. ഇത് കണ്ടോ, ഉണ്ടായി കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയും. നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ചുണ്ടങ്ങ. അതുകൂടി എടുക്കണം. ശരിക്കും നമ്മൾ വഴിയരിയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഈ ചുണ്ടങ്ങ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗുണം ആർക്കും അറിയത്തില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത്. പക്ഷെ നല്ല മലശോധനയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ്. ഇതുണ്ടോ ചതുരപ്പയറുണ്ടോ?
അടിപൊളിയല്ലേ? ഇത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ കുറേ അധികം നമ്മൾ വിത്തിനിടുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വിത്ത് തരുന്നതായിരിക്കും. ഇതുണ്ടോ, ഒരുപാട് ചതുരപ്പേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വഴുതന കൂടി വിളവെടുക്കാൻ പോവാം. ഇത് നമ്മൾ കുറേ പേർക്ക് കൊടുക്കും കേട്ടോ, ആവശ്യക്കാർക്ക്. ഇതുണ്ട്, നമ്മൾ കൊടുക്കുന്ന വളങ്ങളുടെയാണ്. നല്ല രസമല്ലേ ഇത്? ഇത് നമ്മൾ വയലറ്റ് കളർ വഴുതന പറിക്കാനുണ്ട്. ഇത് നമ്മൾ വയലറ്റ് കുറച്ച് ചെറുത്തക്കാൾ പഴുത്തെടുപ്പുണ്ട്. ഇത് നമ്മുടെ ലെമൺ വൈൻ നല്ല കളർ വെച്ചിട്ടുണ്ട്. ഇത് നല്ല പഴമായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം എടുക്കാതെ ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഇതിൻ്റെ ടേസ്റ്റ്. ഇതുണ്ട്, രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ പഴുത്തെടുത്തിട്ടുണ്ട്. ഇച്ചിരി പുളിയുണ്ട്, കുറച്ച് മധുരമുണ്ട്, കൊള്ളാം, അടിപൊളി. വഴുതന നമ്മൾ ഓരോ എണ്ണത്തിലും വിത്തിനായിട്ട് കുറേ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇത് വിത്തിന് നിർത്തിയിരിക്കുന്നതാണ്, ഇത് വിത്തിന് നിർത്തിയിരിക്കുന്നതാണ്. ഈ പർപ്പിൾ കളറ് ഇത് വിത്താണ്, ഇത് വിത്താണ്, ഇത് വിത്താണ്. ഇപ്പം നിങ്ങൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ അഡ്രസ്സ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ കവർ അയച്ചോ, ഉള്ള വിത്ത് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വിളവെടുപ്പാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും ചതുരപ്പയർ, വഴുതന 2 കളറ്, പയർ കുറച്ച് ഇട്ടിട്ടുണ്ട്, പീച്ചിൽ ഇട്ടിട്ടുണ്ട്. ഇത്രയും പോരെ? ഇതൊരു വീട്ടിലേക്ക് നമ്മൾ ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. പിന്നെ ഇവിടെ നമ്മുടെ പുതിയൊരു കളക്ഷൻ അമരപ്പയർ പൂവായിട്ടുണ്ട്.